ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു കിടില അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഇതെല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ അനിയത്തിയുടെ മോളുടെ ബർത്ത്ഡേ. അവളുടെ പേര് ഹെൻസ ഫെർലിൻ എന്നാണ്. ഞങ്ങൾ അങ്കുരു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആരോ കോളിംഗ് ബെല്ല് അടിക്കുന്ന വീടിൻ്റെ മുറ്റത്തൊരു വണ്ടിയുടെ ഒച്ച കിട്ടും. അപ്പം ഞാൻ എന്തായാലും പോയി വാതിൽ തുറക്കട്ടെ. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാമിയായിരുന്നു കേട്ടോ. മാമി സർപ്രൈസായിട്ട് കുഞ്ഞാവക്ക് കേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ കേക്ക് കൊണ്ട് വന്നതാണ്. അപ്പോൾ മോളെ വേഗം ഞങ്ങൾ റെഡി ആക്കിയിട്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ മാമൻ ഗൾഫിലാണ് കേട്ടോ. അപ്പം മാമൻ എന്തായാലും കുഞ്ഞാവയുടെ ബർത്ത്ഡേ വീട്ടിൽ നിന്ന് ആഘോഷിക്കണമെന്നൊരാഗ്രഹം, അതുകൊണ്ടാണ് അവർ കേക്കായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് മുറിച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോകാം. Happy birthday to you. Happy birthday to you. Happy birthday to you. Anguchinde birthday. Happy birthday. Mama വായിലിട്. അങ്ങ് വാ. Happy birthday to you. Hey, happy birthday. എടുത്തന്നെ തിന്നി നോക്ക്. വാവാക്ക് നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല അതൊന്നും വേണമെന്നില്ല. അങ്ങ് വാവാ കൊടുക്ക്, വാവാ കൊടുക്ക്. ഇനി പിഞ്ചു കൊടുക്ക്, ഇനി പിഞ്ചു നോക്ക്. ഇനി മാമിക്ക് വെക്ക്, മാമിക്ക് വെക്ക്, മാമിക്ക്. ഇനി പൊന്നു ദീദി കൊടുക്ക്, പൊന്നൂനും ഒന്ന് വേറും പറ്റിക്കൽ കേട്ടോ. ചെച്ചുണ്ട്, നല്ല ചെണ്ട്. ഓൾ പറ്റിക്കൽ എന്തായാലും പഠിക്കല്ലേ ഇത്. ഓ ചോപ്പട് ഇങ്ങനെ എടുക്കുങ്ങള് എന്നെ ചിങ്ങിക്ക് ചിങ്ങിക്ക് കൊടുക്കേ. ചിങ്ങിക്കൊക്കെ വൈകുന്നേരം വരെ എന്നെ തിന്നിട്ടോ കുളിപ്പിച്ചത് കൊടുത്താള്. ഇപ്പൊ കണ്ണ് മാറിയതാ തോന്നുന്നില്ല. Happy birthday to you. Happy birthday to you. അങ്ങനെ വീട്ടിലെ കേക്ക് മുറി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ഇന്ന് പാർക്കിൽ വെച്ചിട്ടാണ് ആഘോഷം. അങ്ങനെ ഞാൻ നമ്മൾ വേറൊരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കേക്ക് മേടിക്കാൻ വേണ്ടി വന്നാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ബുഷ എന്ന് പറയുന്ന താത്തയുടെ വീട്ടിലാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ടയറിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള കേക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സിലൊക്കെ ആക്കി തന്നു. അപ്പോൾ ഞങ്ങൾ തട്ടാതെയും മുട്ടാതെയും അങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഞങ്ങൾ പോകുന്നത് കൽപ്പറ്റയുള്ള ഒരു പാർക്കിലേക്കാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കാണാനൊക്കെ. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്തുകൊണ്ടാണ് വണ്ടിയിൽ പോകുന്നത്. നല്ല രസമായിരുന്നു ഈ യാത്ര. മക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മോളാണെങ്കിൽ വണ്ടിയിലിരുന്ന് ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോണേ, എന്താ ഏതാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഏകദേശം പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി. വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാവാനെ നമ്മളെ ഫ്രണ്ടിലാണ് ഇരുത്തിയേക്ക്. ഇന്ന് നിൽക്കില്ല കേട്ടോ. ഇക്ക ദൂരത്തേക്ക് സാധനം എടുക്കാൻ വേണ്ടി പോയതാണ്. തന്നെ നമ്മുടെ പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗം. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി. ഇനി വീൽ ചെയർ വേണേ ബാവാനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിഞ്ചൂരുടെ മോൾ അവിടുത്തെ സെക്യൂരിറ്റി എടുത്ത് ഭയങ്കര കൊഞ്ചിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ വന്നു. ഇതാണ് പാർക്കിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പൊക്കെ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാവൊക്കെ കളിക്കാൻ വേണ്ടി നമ്മൾ കുറേയധികം ബലൂണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ സ്ഥലം കാണാൻ.
അപ്പം ഞങ്ങളിങ്ങനെ ബലൂണ് വീർപ്പിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ ബലൂണ് വെച്ച് ഭയങ്കര കളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. അത് ശരിക്ക് ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ കൽപ്പറ്റയിലുള്ള ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക്. ഇത് ബൈപ്പാസ് റോഡിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാനിതിൻ്റെ കോൺടാക്ട് നമ്പറും പേരൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഏട്ടത്തിയുടെ മോനാണ്. പിന്നെ അതുപോലെ ഏട്ടത്തി എല്ലാവരും കൂടി നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞാവയുടെ 1ാമത്തെ ബർത്ത്ഡേ ദുബായിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ചേട്ടാ എന്താ ചെയ്യുക, നമ്മുടെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ ആ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കേരളത്തിലെ വയനാട്ടിൽ വെച്ചിട്ട് നടത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് മാത്രം പോയാൽ മതി എന്ന് പറയുമായിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ മോളെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര എൻജോയ് ആണ്. പിന്നെ ബാവയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും ബാവ ആരാണ്? എൻ്റെ വാപ്പയാണ്, പിന്നെ മമ്മി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് വന്നത്. എന്നാലേ ഇതൊരു കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ ഓൾ ഫാമിലീസ് ഉണ്ടെങ്കിൽ. എനിക്കൊക്കെ ആണെങ്കിൽ വരാൻ പറ്റില്ല, ഭയങ്കര മിസ്സിങ് ആയിരുന്നു. കാരണം അന്ന് സാധനം എടുക്കാൻ വേണ്ടി പോകാനുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഏട്ടത്തി കുറേ ചോക്ലേറ്റ്സും ലഡു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും, നമ്മളെ പാർക്കിൽ വന്ന കുട്ടീസിനും എല്ലാവർക്കും നമ്മൾ മിഠായിയൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് കുഞ്ഞാവയുടെ വീഡിയോസ് എടുത്തിട്ട് മതിയാവും. അതിൽ നല്ലൊരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്, ഫുള്ള് പുല്ലൊക്കെ വിരിച്ചിട്ട് നല്ല രസമുള്ളതാണ്. അപ്പോൾ അവളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓരോ ഭാഗം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിഠായിയും പിന്നെ ലഡുവൊക്കെ നമ്മുടെ ബാവാക്കും മമ്മിക്കും കൊടുത്തു. അടുത്തത് കുഞ്ഞാവക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവൾക്ക് തീറ്റയൊന്നുമല്ല വലുത്, അവൾ ലഡു തട്ടിക്കളഞ്ഞു കേട്ടോ. ബാക്കി കളിയാണ്. അങ്ങനെ നമ്മളിതാ അവളുടെ ബർത്ത്ഡേ കേക്കൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പുൽത്തകിട തന്നെയാണ് കേട്ടോ നമ്മൾ ബർത്ത്ഡേ കേക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. നല്ലൊരു സ്പേസ് കിട്ടി നമുക്ക്, അതിന് പറ്റിയൊരു സ്പേസ് കിട്ടി. അവിടെ വെച്ച് നമ്മൾ ബർത്ത്ഡേയുടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി എൻ്റെ അനിയത്തിയും അവളും കൂടി ഇതേ നമ്മുടെ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. ആള് കേക്കിലൊന്നും നല്ല ശ്രദ്ധ, ഫുള്ള് ഭയങ്കര ഈ ഗിൽറ്ററും അതൊക്കെ വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി ഞങ്ങളിങ്ങനെ കേക്ക് മുറിക്കുകയാണ്. ആൾക്ക് കേക്ക് തിന്നണമെന്നൊന്നും ഒരു ഇതുമില്ല കേട്ടോ. ഫുള്ള് ഇതിൻ്റെ ഗിൽറ്റൊക്കെ കണ്ടിട്ട് അത് പെറുക്കിയെടുക്കുകയാണ്. നല്ല രസമായിരുന്നു. അവൾക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഗിൽറ്റ് പെറുക്കിയിട്ട് ഇതേ പൊറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനതേ വായിൽ ഇച്ചിരി വെച്ച് കൊടുത്തു. പിന്നെ അവൾക്ക് സ്പൂണ് മൊത്തത്തിൽ വേണമെന്നാണ്. പിന്നെ ഇതേ ഞാനൊന്ന് കേക്ക് കട്ട് ചെയ്യിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കിടിലനായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നേ. അപ്പം ഞാനും എൻ്റെ ഏടത്തിയും അനിയത്തിയും എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഷാനുവിന് ഭയങ്കര പൂതി കേക്ക് മുറിപ്പിക്കണമെന്ന്. അങ്ങനെ അവനും ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കേക്ക് ചെറിയ പീസാക്കിയിട്ട് അവിടെ പാർക്കിൽ വന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തുട്ടോ. അവിടെ കുറേ കുട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു. അതിനൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. കുറച്ച് ബലൂണും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചെറിയ വിലയായിരുന്നുള്ളൂ, 400-500 രൂപ എങ്ങാണ്ടായുള്ളൂ. ഇതാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ മൊത്തം വ്യൂ. ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയി. ഭയങ്കര ഇരുട്ടായി. അപ്പോൾ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഭാവതി ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല രസമാണ് അവിടുത്തെ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു കൂളായിട്ടുള്ളൊരു പ്ലേസാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡിന്നർ കഴിക്കാൻ പോകണം. അപ്പോൾ കൽപ്പറ്റ ബൈപ്പാസിൽ തന്നെയുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ വന്നത്. കബാബ് സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്. ഇവിടെ എന്തൊക്കെ ടൈപ്പ് ഫുഡ് കിട്ടുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ എന്തായാലും അതേ റോട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു വശത്തേക്ക് പോകാനും ഭവനം ഇറക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നമുക്ക് നല്ല സേഫായിരുന്നു. അവിടുത്തെ വർക്കേഴ്സ് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഭവനെ വീൽ ചെയറിൽ ഇറക്കാനും സീറ്റിൽ കൊണ്ടുപോയി ഇരുത്താനൊക്കെ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ മോൾക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ. അവൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാണ്. ഞാൻ മമ്മിയും ഭാവിയും ഞാൻ ഏട്ടത്തിയും അനിയത്തിയും മക്കളും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇരുടായി തുടങ്ങി. അപ്പോൾ അവർ 7:30 ഡിന്നർ കഴിക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ട്. അവളങ്ങനെ മണ്ണിലൊന്നും കളിക്കാൻ വിടാറില്ല ഞങ്ങൾ. പക്ഷേ ഇതൊക്കെ ഒരു ദിവസമല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ സമ്മതിച്ചിട്ടോ. പിന്നെ കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ടാണ് അവളെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയത്. അപ്പോൾ ആ കല്ലിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ലൈറ്റ്സും അവിടെയുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ അവരിത് വെൽക്കം ഡ്രിങ്ക് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുജിത്തോടൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. പിന്നെ
പിന്നെ അവിടെ ചിൽഡ്രൻസ് പാർക്ക് പോലെ തന്നെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു നല്ലോണം അവിടെ നിന്ന് ഒരുതി കളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കൊച്ചിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അവൾ ഇതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഉരുണ്ടുരുണ്ട് വീഴായിരുന്നു. ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിട്ട് പിന്നെ ഒറ്റയ്ക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് പിഞ്ചുവിനെ മാറ്റിയിട്ട് അവൾ തന്നെ കയറുകയാണേ. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് മൊത്തത്തിൽ നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോഴേക്കും നമുക്ക് ഓർഡർ ചെയ്ത ഫുഡ് എത്തി കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയായിരുന്നു. 2 ടൈപ്പ് വെറൈറ്റി ബിരിയാണിയാണ്. ഹൈദരാബാദ് ബിരിയാണി തന്നെ സ്പൈസി ആയിട്ടുള്ള ഹൈദരാബാദ് ബിരിയാണി, പിന്നെ ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ വരുന്ന ഒരു ബിരിയാണി. രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫ്ലേവർ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ സൂപ്പ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഞങ്ങളെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കഴിച്ചു. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് പോവാണ്. ഇതിട്ട് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ബാക്കി വന്ന കേക്ക് ഞങ്ങൾ കയ്യിലെടുത്തു. അയൽവക്കത്തൊക്കെ കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് വീട്ടിൽ വന്ന് കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പെട്ടിയിലുള്ള കുസൃതിയാണ് കേട്ടോ അങ്കുരുവിൻ്റെ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു.